വയ്യാതായപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ പോലും ഒരു മനുഷ്യരും ഇല്ല. എന്തിനാ എന്തോ ദൈവം ഇങ്ങനെ ഇട്ട് നമ്മളങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇന്നും ഇന്നലെ അനുഭവിക്കാൻ തുടങ്ങിയല്ല. ഈ ഭൂമിയിൽ വന്ന ആ നിമിഷം മുതൽ ഞാൻ ഇങ്ങനെ വേദന അനുഭവിക്കണം. അതിന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇതിനി എന്നാ അവസാനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കാൻ തന്നെ ഒരു ബാധ്യത ഞാൻ എനിക്ക് ദൈവമായിട്ട് ഒരു വഴി തന്നിട്ട് അതുപോലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എന്നെ എടുത്തോണ്ടൊന്നും ആക്കാൻ പറ്റത്തില്ല. പിന്നെ ചാക്കിൽ ഇങ്ങനെ കിടത്തിയിട്ട് പയ്യനെ വലിച്ച് നീക്കി കൊണ്ടുവച്ച് അങ്ങനെ കിടത്ത് ബാത്റൂമിലോട്ടൊക്കെ കൊണ്ടാക്കി തരും. അങ്ങനെയൊക്കെ ഒത്തിരി പാടുപെട്ടതാണ്. അതുപോലെ തന്നെ നടുവയ്യാത്തോണ്ടേ അണ്ണന് ഒരു സൈഡ് കൊണ്ടങ്ങും ചരിഞ്ഞു പോകുന്നു. അപ്പം ഞാനും അണ്ണനും കൂടെ ചെന്ന് വീണ എൻ്റെ കൈയും കാലുമൊക്കെ ഒടിയും. അപ്പം ഇതിലിങ്ങനെ കിടത്തിക്കൊണ്ട് ഇങ്ങനെ പയ്യനെ വലിച്ചങ്ങ് ബാത്റൂമിൻ്റെ അങ്ങ് കൊണ്ടാക്കി തരും. കുറെ നേരം നിൽക്കത്തില്ല. ഇപ്പൊ അസുഖം വന്നതിന് ശേഷം അസ്ഥി തേയ്മാനത്തിന്റെ അസുഖം വന്നതിന് ശേഷം. ഇവിടെ എത്ര പേരുണ്ട്? നമ്മള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഞാനും അണ്ണനും മാത്രമേ. അണ്ണനും ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ വീട്ടില് ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ആരാ? അണ്ണനാ. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യും? അച്ഛനും അമ്മയും മരിച്ചു. ഒരു വയസ്സായി. പിന്നെ ഒരാള് 2006 മരിച്ചു. അച്ഛൻ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. പിന്നെ അമ്മ 2017 അതും ആ അസുഖം തന്നെയായിരുന്നു. രണ്ടുപേർക്കും ക്യാൻസർ ആയിട്ട് തന്നെ മരിച്ചത്. ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് സന്ധ്യ. സന്ധ്യ. ഈ സ്ഥലത്തിന് എന്ത് ചേച്ചി? കറക്റ്റ് പഞ്ചായത്തില് മുതയില് കല്ലുവെട്ടാങ്കുടിന്ന് പറയും. നമ്മൾക്കുള്ള അഡ്രസ് കല്ലുവെട്ടാങ്കുടി. ഈ മഴ വന്ന ആ വഴി ഉണ്ടല്ലോ, മോളിങ്ങോട്ട് ഇറങ്ങി വന്ന വഴി, അത് മൊത്തത്തിൽ അങ്ങ് കുണ്ടും കുഴിയാവും. അപ്പൊ അത് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തതാണ്. അപ്പൊ ഇപ്പൊ ഈ നവകേരളം പരിപാടി കടയ്ക്കൽ വന്നപ്പോ അതിലും ഡിസംബർ 20 ഞാൻ അതിന്റെ അപേക്ഷ കൊടുത്തായിരുന്നു. 2017 ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത അതിന്റെ തുണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, രജിസ്റ്റർ ചെയ്തൊക്കെ. അപ്പോൾ അത് വെച്ച് ഞാൻ അങ്ങനെ അപേക്ഷ കൊടുത്ത്. അപ്പോൾ അവിടെ നിന്ന് പഞ്ചായത്തിലേക്ക് അയച്ചെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ഇന്ന് വരെ ഇത്രയും ദിവസമായി ഇപ്പോൾ അയച്ചിട്ട്. അപ്പോൾ ഡിസംബറിൽ തന്നെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരവിടെ നിന്ന് അയച്ചതായിട്ട് എനിക്ക് മെസ്സേജ് വന്നു മൊബൈലിൽ. പക്ഷേ ഇന്ന് വരെയും ആ ചിത്ര പഞ്ചായത്തിന് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഈ വഴിയിലെ കാര്യങ്ങൾ തിരക്കുകയോ വന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും നാൾ. ചിത്ര പഞ്ചായത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇതുവരേക്കും എനിക്ക് അങ്ങനെ ഒരു വിളി പോലും വന്നിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥരും ഇതിനകത്ത് വന്ന് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നവകേരള പരിപാടിയിൽ ഇത് കൊടുത്തതിന് ശേഷം മെസ്സേജ് വന്നു, സ്വീകരിച്ചു എന്ന് പറഞ്ഞു മെസ്സേജ് വന്നു. പക്ഷെ അവരങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തതായിട്ട് വന്നു പഞ്ചായത്തിലേക്ക്. പക്ഷെ പഞ്ചായത്തിന് ഇതുവരെയും അന്വേഷണത്തിന് ആരും വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. സർക്കാർ വഴി പേനകളൊക്കെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ എടുക്കാനുള്ള നടപടി ഒന്ന് ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായി. 10 പേന, ഒരു 50 പേനയെങ്കിലും ഒരു മാസം നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റിയ അത്രയും നല്ലത്. അതുപോലെ ഈ സർക്കാരിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ല. എന്താ ദൈവം നമ്മളെ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇന്നും ഇന്നലെ തുടങ്ങിയ ദുരിതമല്ല. ഞാൻ ഈ ഭൂമിയിൽ വന്ന ആ നിമിഷം മുതൽ വേദന തന്നെ. ഇതുവരെയ്ക്കും എനിക്കുള്ള പേനയ്ക്ക് കുറ്റം പറഞ്ഞ ആരും എന്നെ വഴക്ക് പറഞ്ഞിട്ടുമില്ല, തെളിയുന്നില്ലെന്ന് പോലും പറഞ്ഞിട്ടില്ല. നല്ല പേനയാണ്, സൂപ്പറാണെന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരും. അതേപോലെ പച്ചക്കറിയൊക്കെ വിത്തൊക്കെ ഇട്ടിട്ട് അവർ ഓഫീസിലൊക്കെ ചീരയൊക്കെ കൂട്ടാൻ വെച്ച് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ചിലരൊക്കെ മെസ്സേജ് ഇട്ടും അങ്ങനെയൊക്കെ. പേന തീർന്നാലും ആൾക്കാർക്ക് അതിൽ നിന്നും കിട്ടുന്ന ഒരു വിത്ത് കാരണം ചേച്ചിയെ വീണ്ടും ഓർക്കും അല്ലേ? ഓർക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാനുള്ള കാരണം നമ്മളെ അമ്പരട ഗ്രൂപ്പിൽ നമ്മൾ 10-100 പേരിൽ കൂടുതൽ വരും. അതെല്ലാവരും ഭിന്നശേഷിക്കാരും പിന്നെ മൊത്തം എന്നെപ്പോലെ ഉള്ളവരല്ല. വീട്ടിൻ്റെ മോളിൽ നിന്ന് വീണ ആക്സിഡൻറ്റ് പറ്റി നടുവിന് വയ്യാതെ അങ്ങനെയൊക്കെ ഉള്ളവർ, പോളിയോ ബാധിച്ചവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിൽ പിന്നെ ഇത് പഠിച്ചതിന് ശേഷം അവിടെ അവർക്കുള്ള ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷം എന്നാലും അന്ന് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റിയില്ല. പേന എംപ്ലോയ്മെൻറ്റ് വഴി ഭയങ്കര പാടാണ് പേനയൊക്കെ ചെയ്യുന്നത്. പേന ചെയ്യുകയൊക്കെ ചെയ്തോണ്ടിരിക്കുകയൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ 100 പേനയെങ്ങനെ ആദ്യം മേടിക്കും. പിന്നെ അവർ പറയും നമുക്ക് പറ്റത്തി വയ്യാന്ന് പറയും. ഒരു പേനയ്ക്കൊക്കെ എത്ര രൂപ വെച്ച് ചേച്ചി കൊടുക്കുന്നത്? 9 രൂപ. 9 രൂപ ഒരു പേന. പതിച്ചത് 10 രൂപ. 10 രൂപ. അത് ഓരോ മോഡൽ, കല്യാണത്തിൻ്റെയൊക്കെ മോഡലുകൾ, പിന്നെ പരസ്യങ്ങൾ, പിന്നെ ഓരോ സ്ഥാപനങ്ങളിലെ പരസ്യങ്ങൾ, സ്വർണ്ണക്കടയിൽ, അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുക്കും. അതൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ കല്യാണ സ്റ്റിക്കർ, ബർത്ത്ഡേയുടെ അതൊക്കെ 10 രൂപ. അത് പേനയിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പേന ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് എത്ര രൂപ കിട്ടും? ഒരു പേനയിൽ നിന്നും ചേച്ചി കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലാഭം നമുക്ക് 2.5-3 രൂപയ്ക്ക് അകത്തൊന്നും അത്രയൊന്നും കിട്ടത്തില്ല. 2.5 രൂപയെങ്കിലും കിട്ടും. നമ്മൾ വെറുതെ ഇരിക്കുന്നതല്ലേ വിചാരിച്ച്
എന്നാലും നമുക്ക് വേറൊരു വരുമാനവും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് വരുമാനം ഇപ്പൊ 6 മാസത്തോളം ആയില്ലേ പെൻഷൻ വരെ കിട്ടിയിട്ട്. പെൻഷനും കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. വീണ്ടും പേന നിർമ്മിക്കാനും കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയത്. വേറെ വരുമാനമൊന്നും ഇല്ല. അങ്ങനെ അവർക്ക് എൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ കഴിവത് എൻ്റെ പേനയൊക്കെ എനിക്ക് അസുഖമൊക്കെ മാറും. പഴങ്കഴി നിങ്ങളെല്ലാവരും പേനയൊക്കെ വാങ്ങിക്കണം. പിന്നെ എല്ലാവരെയും നിങ്ങളെന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കണം എൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാവാൻ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. നന്ദി, നമസ്കാരം.